അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്താ വർത്താനൊക്കെ? എന്തൊക്കെ വർത്താനം? നല്ല. എന്തൊക്കെ നിലക്ക് ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, ഒരു റെസ്പോണ്ട് ഇല്ലാഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചത്. ഹോസ്പിറ്റലിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഡോക്ടർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഡോക്ടർ എന്നും ഒ പിയിൽ വന്ന് പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതെന്താ നിങ്ങൾ ഇങ്ങനെ ഒരു എല്ലാ ദിവസവും രാവിലെ ഗുഡ് മോർണിംഗ്, രാത്രി ഗുഡ് നൈറ്റ്, എന്തായാലും ഇപ്പുറത്തത് വരുമെന്നറിയാം. അപ്പൊ അത് കാരണം ആ തിരക്കിൽ പെട്ടിട്ട് ഒന്ന് കെയർലെസ് ആയി പോയതാണ്. ഇയാള് ഈ ഗൾഫിലല്ല, ഏത് വലിയ ടൂറിൽ പോയാലും എല്ലാ ദിവസവും അത് മസ്റ്റായിട്ട് ഫള്ളായിട്ട് എന്റെ ഫോണിൽ വരുമെന്ന് എനിക്കറിയാം. അപ്പൊ ആ ഒരു കാരണം കൊണ്ടായിരിക്കും ചിലപ്പോ ഞാൻ കെയർലെസ് ആയി പോകുന്നത്. വിശ്വാസം കൊണ്ട്. പക്ഷേങ്കില് ഒരു 4 ദിവസമൊക്കെ എന്നെ കാണാഞ്ഞാല് ഡോക്ടർ അന്വേഷിക്കുന്നുണ്ട്. അതൊരു സമാധാനം. എവിടെ പോയി എന്ത് പറ്റി എന്നുള്ളൊരു അന്വേഷണം വരുന്നുണ്ട്. അതെനിക്കൊരു സമാധാനം. ചില ആളുകൾ എന്ന് പറഞ്ഞാലേ അവരിപ്പോ ഡോക്ടർക്ക് വിളിച്ചിട്ട് ഡോക്ടർ ബിസി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫോണ് റെസ്പോണ്ട് ഇല്ലെങ്കിലും ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഡോക്ടറെ. പക്ഷെ ചില ആളുകൾ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചാലേ, അവരിപ്പോ ഞാൻ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വിളിക്കും, നിങ്ങൾ 2 ദിവസമായിട്ട് ഫോണിലുള്ള റീപ്ലൈ എനിക്ക് തരില്ല. അപ്പൊ ഞാന് വിചാരിക്കും എന്തിനാ ഡോക്ടർ ഇങ്ങനെ വിളിക്കാൻ നിൽക്കുന്നത്, ഡോക്ടർക്ക് എന്നെ ഒന്നും ഇങ്ങോട്ട് വിളിച്ചൂടെ, ഫോണിൽ കാണുന്നുണ്ടല്ലോ മിസ്ഡ് കോള്, ഒരു മിസ്ഡ് കോളിന് റീപ്ലൈ തരാതിരിക്കാൻ മാത്രമുള്ള ബിസി ഒന്നും ഇപ്പൊ ആർക്കും ഉണ്ടാവില്ലല്ലോ എന്നുള്ള ആ ഒരു ചിന്താഗതി നിൽക്കുമ്പോഴാണ് ഈ ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത്, ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അപ്പൊ 2 ഭാഗത്തുള്ളവർക്കും പരസ്പരം മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ ആ ബന്ധങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകും. ഇല്ല എന്നുള്ള ബന്ധങ്ങളാണെങ്കിൽ ഈഗോ വരും. എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല, അല്ലെങ്കിൽ ഞാനൊരു മെസ്സേജ് അയച്ചിട്ട് എന്താ അതിന്റെ റീപ്ലൈ തരാത്ത ചിന്താഗതി വരുമ്പോ ആ ഒരു ബന്ധം പോവും. പിന്നെ സംഭവിക്കുന്നതെന്ന് അത് കേട്ടാല് പെട്ടെന്ന് മരിച്ചു എന്നുള്ളൊരു വാർത്ത കേൾക്കും. ആ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ആ സൈഡിലുള്ള ഫ്രണ്ട് ഈ സൈഡിലുള്ള ഫ്രണ്ട്, അപ്പൊ കാണാൻ അവർക്ക് തിരക്ക് ഒന്നും ഉണ്ടാവില്ല, ആ മുഖം കാണണമെന്ന് പറഞ്ഞിട്ട് അവർ ഓടിയെത്തുകയാണ്. എന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ജീവനോടെ നിൽക്കുമ്പോൾ ഒരു മനുഷ്യനെ അന്വേഷിക്കാതെ ആ മനുഷ്യൻ മരിച്ചു എന്ന് കേട്ടിട്ട് പോകുന്നതിൽ ഒരു അർത്ഥമില്ലല്ലോ. നമ്മൾ പോയി കാണുന്നത് ഒരു നിർജീവമായ ഒരു മുഖത്തിന് മാത്രം. പക്ഷെ മുഖത്തിന് നമ്മളെ കാണാനും കഴിയണില്ലല്ലോ. അപ്പൊ അതിലും നല്ലത് എന്താ ചോദിച്ചാല് ജീവനോടെ നിൽക്കുന്ന ഒരു ടൈമുണ്ട്, ആ സമയത്ത് പരസ്പരം കോണ്ടാക്ട് ചെയ്യാം. പോയി കഴിയാവുന്ന വീടാണെങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്ന ദൂരാണെങ്കിൽ നമ്മൾ എത്തിപ്പെടില്ലെങ്കിൽ വീഡിയോ കോൾ ഉണ്ട്, വാട്സപ്പ് കോൾ ഉണ്ടല്ലേ, അങ്ങനെ ചെയ്തിട്ട് ആ ബന്ധങ്ങൾ പുതുക്കുക. നല്ലൊരു മെസ്സേജ് ആണ് ഫ്രണ്ട്ഷിപ്പ്. താങ്ക് യു.